ഹലോ നീറ്റ് ആസ്പിരൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാക്സോണും ടാക്സയും തമ്മിലെ ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ടാക്സോണമിക്കൽ ഹൈറാർക്കിയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം. ഈ ഓരോന്നിനെയും നമുക്ക് ടാക്സോൺ എന്ന് പറയാം. ടാക്സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാങ്ക് അല്ലെങ്കിൽ ഒരു കാറ്റഗറിയാണ്. ഇപ്പൊ ഞാനിവിടെ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ഒരു ടാക്സോൺ ആണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ കോക്രോച്ച്. കോക്രോച്ച് എന്ന് പറയുന്നത് ഒരു ടാക്സോൺ ആണ്. എങ്ങനെയാണ് ഒരു ടാക്സോൺ ആവുന്നത്? കോക്രോച്ച് എന്താണ്? പെരി പ്ലാനറ്റ് അമേരിക്കാനയാണ്. അതിനൊരു സ്പീഷീസ് ഉണ്ട് അല്ലേ? ഒരു സ്പീഷീസ് ആണ്. സ്പീഷീസ് എന്ന് പറയുന്ന ഒരു റാങ്ക് ആണ് അല്ലെങ്കിൽ ഒരു കാറ്റഗറിയാണ്. സോ കോക്രോച്ച് എന്ന് പറയുന്ന ഒരു ടാക്സോൺ ആണ്. ഡോഗ് എന്ന് പറയുന്ന ഒരു ടാക്സോൺ ആണ്. കാനിസ് ഫെമിലിയാരിസ്. ഡോഗ് എന്ന് പറയുന്ന ഒരു ടാക്സോൺ ആണ്. വീറ്റ് എന്ന് പറയുന്ന ഒരു ടാക്സോൺ ആണ്. എന്തിനു പറയുന്നു? മാമൽ എന്ന് നമ്മൾ വെറുതെ പറയുകയാണെങ്കിൽ അതൊരു ടാക്സോൺ ആണ്. കാരണം മമേലിയ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ക്ലാസ് ഉണ്ട് അല്ലെ, നമ്മളൊക്കെ അതിനകത്ത് വരുന്നത്. സോ ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഈ ടാക്സോൺ അല്ലെങ്കിൽ റാങ്ക്, ഈ കാറ്റഗറിയാണ് ഈ ഒരു ടാക്സോണമിക് ഹൈറാർക്കിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക. അതിൽ ഏറ്റവും ലോവസ്റ്റ് ടാക്സോൺ എന്ന് പറയുന്നത് സ്പീഷീസും ഏറ്റവും ഹയസ്റ്റ് ടാക്സോൺ എന്ന് പറയുന്നത് കിങ്ഡമാണ്. അപ്പൊ എന്താണ് ടാക്സ? ടാക്സ എന്ന് പറയുന്നത്, നമ്മൾ ഈ ടാക്സോണിനെ പ്ലൂറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ ടാക്സ എന്ന് പറയും. ഇപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പറയുന്നത്: ഡോഗ്, വീറ്റ്, മാമൽ, ഇൻ ദീസ് ടാക്സ. അപ്പൊ നമ്മളത് പ്ലൂറൽ ആയിട്ട് എടുക്കുകയാണ് അല്ലെ. പ്ലൂറൽ ആകുമ്പോൾ ടാക്സ എന്നാവും, ഇൻഡിവിജ്വലി നമ്മളതിന് ടാക്സോൺ